അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 22 വെള്ളിയാഴ്ച. മുനമ്പം വിഷയത്തിൽ സമവായ നിർദ്ദേശവുമായി സർക്കാർ. ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നത് സർക്കാർ പരിഗണിക്കും. ഭൂമി വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് തീരുമാനത്തിന് എതിരെ ഫാറൂഖ് കോളേജ് വഖഫ് ട്രൈബ്യൂണലിൽ നൽകിയ കേസിൽ കക്ഷി ചേരുന്ന കാര്യവും സർക്കാർ പരിഗണിക്കും. അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഉണ്ടാകും. മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്ന് സർക്കാർ വീണ്ടും ഉറപ്പു നൽകുകയാണ്. വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ മുനമ്പത്തെ 614 കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടമായത്. മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ സർക്കാർ അപ്പീൽ നൽകിയേക്കില്ല. വ്യക്തി എന്ന നിലയിൽ സജി ചെറിയാന് പ്രത്യേക അനുമതിയോടെ അപ്പീൽ നൽകാമെന്നാണ് ധാരണ. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന്റെ ഓഫീസ് നൽകിയിരിക്കുന്ന പ്രാഥമിക നിയമോപദേശം ഇങ്ങനെയാണ്. ഭരണഘടനാ വിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ അന്വേഷണം നടക്കുമ്പോൾ സജി ചെറിയാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണമെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക എന്നതാണ് കീഴ്വഴക്കമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കുന്നതാകും ഉത്തമമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതിപക്ഷം രാജി ചോദിക്കാത്ത ആരാണ് മന്ത്രിസഭയിലുള്ളതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മന്ത്രി സജി ചെറിയാനെതിരായ കോടതി നടപടിയിൽ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സജി ചെറിയാൻ നേരത്തെ രാജിവെച്ച സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ വിവാദം അന്വേഷിക്കും. കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് അന്വേഷണം. ആത്മകഥാ വിവാദത്തിൽ പ്രമുഖ CPM നേതാവ് EP ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ കീച്ചേരിയിലെ ജയരാജന്റെ വീട്ടിൽ വച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. പുസ്തക വിവാദത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ്. DC ബുക്സിനെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ആത്മകഥയിൽ തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രചരിപ്പിച്ചതിനെതിരെയായിരുന്നു നിയമ നടപടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് വോട്ട് ചെയ്യിക്കാൻ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും വീടുകൾ കയറി ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിച്ചുവെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മതവർഗീയതയോട് കൂട്ടുകൂടിയത് UDF ആണെന്നും എന്നാൽ മണ്ഡലത്തിൽ 2021 E ശ്രീധരന് കിട്ടിയ പിന്തുണ P സരിന് ലഭിച്ചുവെന്നും ശ്രീധരന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും സരിന് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. 2017 ഏപ്രിൽ 9 പറവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് ഹൈക്കോടതി റദ്ദാക്കി. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്നും ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും റദ്ദാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും കേസെടുത്താൽ കേസെടുക്കാനേ സമയം കാണൂവെന്നും കോടതി വിമർശിച്ചു. ശബരിമലയിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം വിതരണം ചെയ്ത വിഷയം ഗൌരവമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. അഭിഭാഷകൻ ഹാജരാക്കിയ ചിത്രം പരിഗണിച്ചായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിഷയം തിങ്കളാഴ്ച പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു. അതേസമയം മഴയും ഈർപ്പവും കാരണമാകാം ഉണ്ണിയപ്പത്തിൽ പൂപ്പൽ പിടിച്ചതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. പൂപ്പലുള്ള ഉണ്ണിയപ്പം വിതരണം ചെയ്യില്ലെന്ന് ഉറപ്പാക്കിയെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിമല സുവർണാവസരം വിവാദ പ്രസംഗത്തിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിലെ ഗോവ ഗവർണറുമായ PS ശ്രീധരൻ പിള്ളയ്ക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയെ തുടർന്നുണ്ടായ പ്രതിഷേധ സമരത്തെ സുവർണാവസരം എന്ന പാർട്ടി യോഗത്തിൽ വിശേഷിപ്പിച്ചതിലായിരുന്നു കേസ്.
കോവിഡ് മഹാമാരിയും പ്രതിരോധത്തിനായി നൽകിയ വാക്സിനും കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് ഗൌരവമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടിയെടുക്കണമെന്ന് കെ വി തോമസ്. സംസ്ഥാന സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് ഇക്കാര്യം അഭ്യർത്ഥിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി നിലവിലുള്ള സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡുകളുടെ യൂണിറ്റുകൾ വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സെക്രട്ടേറിയറ്റ് ലയം ഹാളിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ സംസ്ഥാനതല ഉന്നതാധികാര വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിന് ഗുണകരമാകുമോ എന്ന ചോദ്യത്തിന് പെട്ടിപൊട്ടിക്കുമ്പോൾ അറിയാമെന്ന് പ്രതികരിച്ച് രമേശ് ചെന്നിത്തല. താൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്നുവെന്നും ഫോണിലൂടെയാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്നും ചെന്നിത്തല പറഞ്ഞു. RSSന് ഭൂമി നൽകുന്നത് സംബന്ധിച്ച വിവാദം സന്ദീപ് വാര്യരോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളം വടക്കൻ പറവൂർ മാഞ്ഞാലി SN ട്രസ്റ്റ് കോളേജിന്റെ ജപ്തി ഭീഷണി താൽക്കാലികമായി ഒഴിഞ്ഞു. കോളേജ് വിൽപ്പന നടത്തി 18 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. 3 മാസത്തേക്ക് ജപ്തി നടപടികൾ ഉണ്ടാകില്ലെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. ഇതിനിടെ കോളേജ് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളും പ്രതിഷേധിച്ചു. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നോട്ട്സ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ വാട്സ്ആപ്പ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്നത് വിലക്കി. പഠനകാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതി കുട്ടികൾക്ക് അമിതഭാരവും പ്രിന്റെടുത്ത് പഠിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും വരുത്തുന്നതായി രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് എല്ലാ RDDമാർക്കും സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ നൽകിയത്. ക്രിമിനൽ കേസുണ്ടെന്ന കാരണത്താൽ സർക്കാർ ജോലി വിലക്കാനാവില്ലെന്ന കേരള ഹൈക്കോടതിയുടെ വിധി ശരിവച്ച സുപ്രീംകോടതി. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭർത്താവ് കണ്ണൂരിൽ വെട്ടിക്കൊന്നു. കരിവള്ളൂർ പല്ലിയേരി സ്വദേശി ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത്. കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷൻ CPOയാണ് കൊല്ലപ്പെട്ട ദിവ്യശ്രീ. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ രാജേഷ് ദിവ്യശ്രീയുടെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ 3 വിദ്യാർത്ഥിനികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്മുവിന്റെ സഹപാഠികളായ 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുമെന്നും FIRലും മാറ്റം വരുത്തുമെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കോമറിൻ മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി അജ്മൽ കസബിന് പോലും ന്യായമായ വിചാരണ ലഭിച്ച ഇടമാണ് ഇന്ത്യയെന്ന് സുപ്രീംകോടതി. വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെ നേരിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ജമ്മു കോടതി ഉത്തരവിനെതിരായ CBI കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. യാത്രാവാഹനങ്ങൾക്ക് നേരെ ആയുധധാരികൾ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ 50 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ ഖൈബർ പക്തൂൺഖ്വയിലെ കുറം ജില്ലയിലാണ് സംഭവം. നിരവധി വാഹനങ്ങൾക്ക് നേരെ അക്രമികൾ വെടിയുതിർത്തു. ന്യൂനപക്ഷമായ ഷിയ സമുദായത്തിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും. പുതുക്കിയ ആണവ നയരേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചതിന് പിന്നാലെ യുക്രൈൻ ലക്ഷ്യമാക്കി റഷ്യൻ ആക്രമണം. യുക്രൈനെതിരെ റഷ്യ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു. യുക്രൈനും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങൾക്കുമായുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ ആക്രമണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാവ് മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മസ്രി എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 1 വർഷത്തിലേറെയായി ഗാസയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള വരവറിയിച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ വീരേന്ദർ സേവാഗിന്റെ മകൻ ആര്യവീർ സേവാഗ്. മേഘാലയയ്ക്കെതിരായ കൂച്ച് ബെഹാർ ട്രോഫി മത്സരത്തിന്റെ 1ാം ദിനത്തിൽ ദില്ലിക്ക് വേണ്ടി ഡബിൾ സെഞ്ചുറി അടിച്ചാണ്
17-കാരനായ ആര്യവീർ താരമായത്. 34 ഫോറുകളും 2 സിക്സറുകളും നേടിയാണ് ആര്യവീർ ഡബിളിലെത്തിയത്. ഈ പ്രകടനത്തിലൂടെ ദേശീയ തലത്തിൽ ക്രിക്കറ്റ് വിദഗ്ധരുടെ ശ്രദ്ധയാകർഷിക്കാനും ആര്യവീറിന് കഴിഞ്ഞു. ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യ-ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഓപ്റ്റസ് സ്റ്റേഡിയം എന്ന നിലവിൽ അറിയപ്പെടുന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്ത് സ്റ്റേഡിയത്തിലാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താനുള്ള അവസാന പിടിവള്ളിയാണ് സീരീസ്. സ്വന്തം തട്ടകത്തിൽ ന്യൂസിലൻഡിനെതിരായ പരമ്പര 3-0 തോറ്റത് ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. ഇന്ത്യൻ സമയം രാവിലെ 7:50 മുതൽ മത്സരം ആരംഭിക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.